Hi guys, welcome to my YouTube channel, Ala Talks. ഒരു ക്ലാസ്സിൽ നിന്ന് വല്ലാതെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടപ്പോൾ ഒരു അധ്യാപകൻ വരാന്തയിലൂടെ നടന്നു പോവുകയായിരുന്നു. അദ്ദേഹം ആ ക്ലാസ്സിലേക്ക് കയറി ചെന്നു. എന്നിട്ട് ബോർഡിൽ കുറച്ച് പ്രോബ്ലംസ് എഴുതി കൊടുത്തിട്ട് മുന്നിലിരിക്കുന്ന ഒരു കുട്ടിയോട് പറഞ്ഞു, ചെന്ന് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. പറഞ്ഞു, നോ സർ, ഇല്ല സർ, എനിക്ക് കഴിയില്ല, ഞാൻ എഡ്യൂക്കേഷണലി മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരാളാണ്. അധ്യാപകൻ പറഞ്ഞു, യെസ് യു ക്യാൻ, നിനക്ക് കഴിയും, നീ നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, ഇല്ല സർ, ഞാനൊരു ഡമ്പാണ്, ഞാനൊരു മണ്ടനായ വിദ്യാർത്ഥിയാണ്, എനിക്കത് കഴിയില്ല. അധ്യാപകൻ ഈ കുട്ടിയോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് നീ മണ്ടനാണ് എന്ന് നിനക്ക് തോന്നുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എന്നോട് എല്ലാവരും പറഞ്ഞു ഞാൻ മണ്ടനാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ മണ്ടത്തരമാണ്, എല്ലാവരും എന്നെ കളിയാക്കുന്നു, എല്ലാവരും എന്നെ നേരെ പൊട്ടിച്ചിരിക്കുന്നു, എന്നെ കൊണ്ട് കഴിയില്ല സാർ. അപ്പൊ അധ്യാപകൻ ഒരു പുഞ്ചിരിയോടെ ആ കുട്ടിയോട് പറഞ്ഞു, അവർ പറയുന്നതൊന്നും നിന്റെ യാഥാർത്ഥ്യമാകണമെന്നില്ല, അവർ പറയുന്നതൊന്നും നിന്റെ യാഥാർത്ഥ്യമാകണമെന്നില്ല, നീ ചെയ്യുന്നതാണ് നിന്റെ യാഥാർത്ഥ്യം. ആ കുട്ടിയുടെ പേര് ലെസ് ബ്രൗൺ എന്നാണ്. ആ അധ്യാപകന്റെ പേര് മിസ്റ്റർ വാഷിംഗ്ടൺ എന്നുമാണ്. ലോകമെങ്ങും അറിയപ്പെടുന്ന പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറായി മാറിയ ലെസ് ബ്രൗണിന്റെ ജീവിതത്തിലെ ചെറിയൊരു സംഭവമാണിത്. ലെസ് ബ്രൗണിന്റെ ജീവിതത്തിലെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു റേഡിയോ ജോക്കി ആവുക എന്നുള്ളത്. പക്ഷെ അവന്റെ സാഹചര്യങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇല്ല, നിനക്ക് കഴിയില്ല, നീ ഇറങ്ങിത്തിരിക്കണ്ട. അങ്ങനെ അവന്റെ ജീവിതത്തിലെ 14 വർഷങ്ങൾ വെറുതെ കളഞ്ഞു. ഒരു വശത്ത് അവനോട് പറയും, നിനക്ക് കഴിയും. അപ്പൊ അവന്റെ മനസ്സ് അവനോട് തിരിച്ചു പറയും, ഇല്ല, നിനക്ക് കഴിയില്ല, നീ ട്രൈ ചെയ്യണ്ട, നിന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ലെസ് ബ്രൗണിന്റെ ജീവിതത്തിലെ 14 വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് ഒരിക്കൽ വീണ്ടും ഇതേ അധ്യാപകനെ ലെസ് ബ്രൗൺ കാണാനിടയായി. ലെസ് ബ്രൗൺ ഓടിച്ചെന്ന് അവന്റെ അധ്യാപകന്റെ അടുത്ത് പറഞ്ഞു, റേഡിയോ ജോക്കി ആവണം, ഇതൊക്കെ എൻ്റെ വലിയ ആഗ്രഹമാണ് സാർ, എന്നെ കൊണ്ട് കഴിയുന്നില്ല. വീണ്ടും ആ അധ്യാപകൻ അതേ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു, നിനക്ക് കഴിയും ലെസ് ബ്രൗൺ, നീ ശ്രമിച്ചാൽ മാത്രം മതി, നിനക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് അധ്യാപകൻ അവനൊരു അഡ്രസ്സ് കൊടുത്തു. ലെസ് ബ്രൗൺ ആ അഡ്രസ്സിന്റെ പിന്നാലെ പോയി. അതൊരു റേഡിയോ നിലയമായിരുന്നു. അവിടെ ചെല്ലുകയും ലെസ് ബ്രൗൺ അതിന്റെ ഓഫീസറോട്, എനിക്കിങ്ങനെ ഒരു റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നെ സ്വീകരിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. റെസ്യൂമൊക്കെ നൽകി. അപ്പോൾ അതിൻ്റെ മാനേജർ അവനോട് ചോദിച്ചു, നിങ്ങൾക്ക് മുൻപ് ചെയ്ത് പരിചയമുണ്ടോ? നിങ്ങൾ മുൻപ് എവിടെയെങ്കിലും റേഡിയോ ജോക്കിയായി പ്രവർത്തിച്ചിട്ടുണ്ടോ? ലെസ് ബ്രൗൺ പറഞ്ഞു, ഇല്ല, എനിക്ക് പരിചയമൊന്നുമില്ല, എനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാനേജർ പറഞ്ഞു, ശരി ലെസ് ബ്രൗൺ, നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, നിങ്ങൾക്ക് പോകാം. റേഡിയോ ജോക്കി എന്ന നിലയ്ക്കുള്ള ലെസ് ബ്രൗണിന്റെ ആദ്യത്തെ പരാജയമായിരുന്നു അത്. ലെസ് ബ്രൗൺ പിറ്റേ ദിവസവും അതേ ഓഫീസിൽ ചെന്നു. വീണ്ടും അതേ മാനേജറെ കണ്ടു. ഹായ് സർ, എൻ്റെ പേര് ലെസ് ബ്രൗൺ എന്നാണ്, എനിക്കിവിടെ ഒരു റേഡിയോ ജോക്കിയായി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് സർ. മാനേജർ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ ഇന്നലെ വന്ന ആളല്ലേ, നിങ്ങളെ ഇവിടെ എടുക്കാൻ ഉദ്ദേശമില്ല. മാനേജർ തീർത്തു പറഞ്ഞു. ലെസ് ബ്രൗൺ അന്ന് തിരിച്ചുപോയി. ലെസ് ബ്രൗൺ പിറ്റേ ദിവസവും അതേ ഓഫീസിലേക്ക് വന്നു. എന്നിട്ട് ലെസ് ബ്രൗൺ ഇതേ മാനേജറെ കണ്ട് വീണ്ടും പറഞ്ഞു, സർ, ഞാൻ ലെസ് ബ്രൗൺ ആണ്, എനിക്കിവിടെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ മാനേജർ പറഞ്ഞു, പോയി എനിക്കൊരു കോഫി മേടിച്ചു കൊണ്ടുവാ. അത് ലെസ് ബ്രൗണിന്റെ ജീവിതത്തിലെ വലിയൊരു തുടക്കമായിരുന്നു. അന്നു മുതൽ ലെസ് ബ്രൗൺ അവിടുത്തെ ഒരു ജോലിക്കാരനെ പോലെ പണിയെടുക്കാൻ തുടങ്ങി. അവിടെയുള്ള റേഡിയോ ജോക്കികൾക്കും മാനേജർമാർക്കും ഒക്കെ ചായ കൊടുക്കാനും അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾക്കുമൊക്കെയായി ലെസ് ബ്രൗൺ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടുത്തെ ഒരു റേഡിയോ ജോക്കി വല്ലാതെ മദ്യപിച്ച് അയാൾ ഓൺ എയർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ലെസ് ബ്രൗൺ പുറത്തു നിന്ന് നോക്കി കാണുന്നുണ്ട്. ഷോയുടെ മാനേജറുടെ കോള് വന്നു. ലെസ് ബ്രൗണിനോട് ചോദിച്ചു, അവിടെ ആരെങ്കിലും ഉണ്ടോ, അയാൾക്ക് ഇനി മുൻപോട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല,
അയാളുടെ നാക്കൊക്കെ വല്ലാതെ കുഴയുകയാണ്. വേറെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഒരു അരമണിക്കൂർ ലെസ് ബ്രൗൺ വെയിറ്റ് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞ് മാനേജർ വീണ്ടും വിളിച്ചു. ലെസ് ബ്രൗൺ, നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡിങ്ങിനെ കുറിച്ചുള്ള സാങ്കേതികമായ കാര്യങ്ങളെല്ലാം അറിയില്ലേ? ലെസ് ബ്രൗൺ പറഞ്ഞു, യെസ് സർ, ഐ നോ, എനിക്കറിയാം സർ. ലെസ് ബ്രൗൺ, എന്നാൽ നിങ്ങൾ എന്നോടൊരു വാക്കുപോലും പറയണ്ട, നേരെ ചെന്ന് ബാക്കി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. ലെസ് ബ്രൗൺ കേട്ടത് മറ്റൊന്നാണ്. ഇത് നിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് നിനക്കുള്ള സമയമാണ്. അവൻ ഉടനെ ഫോൺ എടുത്തു, അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാൻ ഇപ്പോൾ ഓൺ എയർ വരും, വേഗം റേഡിയോ ഓണാക്കി ശ്രദ്ധിച്ചിരിക്കും. യെസ്, ദാറ്റ് ഈസ് ലെസ് ബ്രൗൺ. ലെസ് ബ്രൗണിനെക്കാത്ത് അവിടെയും പരാജയം ഉണ്ടായിരുന്നു. ലെസ് ബ്രൗണിനെ റേഡിയോ ജോക്കിയിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ ലെസ് ബ്രൗണിന്റെ ജീവിതം അവിടെ തീരുകയായിരുന്നു? അല്ല, ലെസ് ബ്രൗൺ അവിടെയും അവസാനിക്കുന്നില്ല. ലെസ് ബ്രൗണിന്റെ ജീവിതം അവിടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഹിയർ കംസ് ദ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ലെസ് ബ്രൗൺ തീരുമാനിച്ചു, ഇനിയും എനിക്ക് അവസരങ്ങളുണ്ട്, ഇനിയും എനിക്ക് മുന്നോട്ട് നടക്കാനുണ്ട്, എൻ്റെ അവസരങ്ങൾ ഇവിടെ തീരുന്നതല്ല. മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള, എഡ്യൂക്കേഷനലി മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആ കുട്ടിയിൽ നിന്ന് ലെസ് ബ്രൗൺ ഇന്ന് ലോകമറിയപ്പെടുന്ന മോട്ടിവേഷണൽ സ്പീക്കറാണ്. ലെസ് ബ്രൗണിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഒരാളാണ്. ലോകം മുഴുവൻ പറഞ്ഞു, നീ കൊള്ളില്ല, നിനക്ക് കഴിവില്ല, നിനക്കൊന്നും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് നീ, നിന്റെ സാധ്യതകളുടെ ലോകം വളരെ ചുരുക്കമാണ്. ലെസ് ബ്രൗൺ അത് കേട്ടുകൊണ്ടേയിരുന്നു. ശരിയാണ്, ഞാൻ വളരെ മണ്ടനാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല. ലെസ് ബ്രൗൺ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ശരിയാണ്, ഞാൻ മണ്ടനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലെസ് ബ്രൗണിന്റെ ജീവിതത്തിലേക്ക് ആ വലിയ മനുഷ്യൻ, ആ അധ്യാപകൻ കടന്നു വരുന്നത്. പിന്നീട് ലെസ് ബ്രൗണിന്റെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായി, ഒരു നേർ വെളിച്ചമായി, കൃത്യമായ മാർഗദർശനമായി അധ്യാപകൻ കൂടെ ഉണ്ടായിരുന്നു. അതേ ഉത്തരമാണ് നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കി പറയാനുള്ളത്. അവർ പറയുന്നതൊന്നും നിന്റെ യാഥാർത്ഥ്യമാകണമെന്നില്ല. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, നിനക്ക് ചെയ്യാൻ കഴിവില്ലാത്തവനാണ്, എന്തിനാണ് വെറുതെ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. തിരിച്ചു നിന്ന് പറയണം, ഈ കാണുന്നതൊന്നും എൻ്റെ യാഥാർത്ഥ്യമല്ല, ഞാൻ ചിന്തിക്കുന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതേ അധ്യാപകൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെയും ഇതേപോലെ സ്പർശിച്ച് കടന്നുപോയ ഇതേപോലെ ഒരു അധ്യാപകനോ സുഹൃത്തോ മാതാപിതാക്കളോ ഒക്കെ ഉണ്ടാകും. അവരെ നമുക്കും ചേർത്ത് പിടിക്കാം. It's very important as you hold on to that dream. There are moments when you're going to doubt yourself. There are rough times are going to come, but they have not come to stay. They have come to pass. It's very important for you to know that. Don't say I'm having a bad day. Say I'm having a character building day. And I remember when PBS first played one of my specials called You Deserve one Sunday afternoon in Miami, Florida. And he watched the program. He called me in Detroit, and I answered the phone. I said, hello. He said, may I speak to Les Brown, please? I said, who's calling? He said, you know who this is. I said, oh, Mr. Washington, it's you. He said, you were the one, weren't you? അവർ പറയുന്നതൊന്നും നിന്റെ യാഥാർത്ഥ്യമാകണമെന്നില്ല. നീ വിചാരിക്കുന്നതാണ് നിന്റെ യാഥാർത്ഥ്യം. So that's it. Thank you for today. Let's meet again.